എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. നമ്മൾ ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ബാക്കി ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. നമ്മൾ 21-ാം അധ്യായം വരെ കർത്താവ് 21-ാം വാക്യം വരെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യുന്നത് കടലിലൂടെ നടക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പൊ കടലിലൂടെ നടക്കുന്നത് മാത്രമല്ല, ഈ ബോട്ടിനെ ശിഷ്യന്മാരെ ഉൾപ്പെടെ എടുത്തുകൊണ്ട് നിമിഷ നേരം കൊണ്ട് അക്കരെ എത്തിപ്പോകുന്ന ഒരു കാഴ്ച. ഇത് പ്രകൃതിയുടെ മേലെ കർത്താവിന്റെ അധികാരത്തെ കാണിക്കുന്ന ഹു ഈസ് ദ സൺ ഓഫ് മാൻ എന്ന് കാണിക്കുന്ന അത്ഭുതങ്ങളാണ്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്തുവിന് പ്രപഞ്ചത്തിലെ എല്ലാറ്റിന്മേലും എന്തിന്റെ മേലും അധികാരമുണ്ട്. അപ്പൊ അവന് ഒരിക്കലും ഒരു ക്രൂശിൽ തറച്ച് നിർത്താൻ പറ്റില്ലായിരുന്നു. കാരണം ഹി ഹാഡ് ഓൾ പവേഴ്സ് അണ്ടർ ദ സൺ, നോട്ട് അണ്ടർ ദ സൺ, ഇൻ ദ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ ശക്തികളും അവനുണ്ട്. അപ്പൊ അവൻ എല്ലാറ്റിന്മേൽ അധികാരമുള്ള ദൈവമാണ്. അപ്പോ ക്രൂശിൽ കിടന്നത് നിസ്സഹായനായിട്ടാണ്. അത് അവന്റെ സ്നേഹമാണ് അവനെ നിസ്സഹായനാക്കിയത്. പക്ഷെ അവന്റെ യഥാർത്ഥ അധികാരം എന്ന് പറയുന്നത് സകലത്തിനും മുകളിലാണ്. അപ്പൊ അത് കാണിക്കാൻ വേണ്ടി ശിഷ്യന്മാർ ഹു ഹി റിയലി ഈസ്, അപ്പൊ അതിന്റെ പവർ എന്താണ്, ദൈവിക ജീവന്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നത് സൃഷ്ടിയുടെ മേലുള്ളവന്റെ അധികാരത്തെ. ഞാൻ ഒരു ദിവസം ഈ ഒരു തോട്ട്, സൃഷ്ടിയുടെ മുകളിലുള്ള അധികാരം എന്നൊരു ചിന്ത എന്റെ മനസ്സിലുണ്ടായത്, ഞാൻ ഒരു ദിവസം മൂന്നാറിനടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ബൈക്കില് എന്റെ വീട്ടിലേക്ക് പോയത്. അപ്പൊ ഒരു ഊട് വഴിയാണ്, ഭയങ്കര ഇറക്കമാണ്. അപ്പൊ ആന വരുമെന്നൊരു ശ്രുതിയും ഇതിനിടയിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു ഭയമുണ്ട്. അപ്പൊ ചുറ്റും നോക്കുമ്പോ, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചുറ്റും നോക്കുമ്പം ചെങ്കുത്തായ മല, ഒരു മനുഷ്യനില്ല, ഒരൊറ്റ മനുഷ്യനില്ല. ഞാൻ ജസ്റ്റ് നമ്മൾ കൂട്ടം കൂടി പോവുകയാണെങ്കിൽ എത്ര മനോഹരം എന്ന് തോന്നാവുന്ന പ്രകൃതി എന്നെ ഭയപ്പെടുത്തുന്ന എനിക്ക് മനസ്സിലായി. ഒന്നുമില്ല അവിടെ ഭയപ്പെടാൻ, ബട്ട് ദറ്റ്സ് എ ഫിയർ കമ്മിങ് ഇൻ ഹ്യൂമൻ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കേണ്ടിയിരുന്ന മനുഷ്യൻ ഇപ്പം അകാരണമായി ഭയപ്പെടുന്നു. ഒരു പാറ്റയെ കണ്ടാൽ ഓടുന്നു, ഒരു സൃഷ്ടിയുടെ മുമ്പിൽ വിറയ്ക്കുന്നു. അപ്പൊ കർത്താവ് കാണിച്ചു തരികയാണ് ശരിക്കുള്ള അധികാരം എന്താണ്. അപ്പോൾ വീണ്ടെടുക്കപ്പെടുന്ന ഒരു ശരീരം നമുക്ക് ലഭിക്കുമ്പോൾ, ഈ സൃഷ്ടി നമ്മുടെ കീഴിലാകുന്ന ഒരു കാലം, അപ്പൊ സൃഷ്ടി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ടൈമിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, സ്പേസിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. വാട്ട് ഡസ് ദിസ് ലൈഫ് ഫൈനലി എൻറ്റൈൽ, എന്താണ് ഈ ജീവൻ നമുക്ക് അൾട്ടിമേറ്റ്ലി തരുന്നതെന്ന് കർത്താവ് കാണിച്ചു തരികയാണ്. കാരണം ഗ്ലോറിഫൈഡ് ലിവിങ് ഓൺ ദിസ് ഫേസ് ഓഫ് ദ എർത്ത്, അത് കർത്താവ് കാണിച്ചു തരുന്നത് നമ്മൾ ഇനി വരാൻ പോകുന്ന ആ ലോകത്ത് നമ്മുടെ ഒരു ഗ്ലോറിഫൈഡ് എക്സിസ്റ്റൻസ്, നമുക്ക് പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ഒരു എക്സിസ്റ്റൻസിലേക്ക് നമ്മൾ പോകുന്ന ആ കാഴ്ച കൂടിയാണ് നമ്മൾ ഈ വാക്യങ്ങളിലൂടെ കാണുന്നത്. അപ്പൊ എല്ലാ അടയാളങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്ന എല്ലാം കർത്താവ് ആരെന്നും നമുക്കിനി ലഭിക്കാൻ പോകുന്ന ആ ജീവന്റെ പ്രത്യേകത എന്താണെന്നും നമ്മെ മനസ്സിലാക്കി തരാനുള്ള അടയാളങ്ങളാണ്. ഇന്ന് നമുക്ക് ആ സകല സൃഷ്ടിയുടെ മേൽ അധികാരമുള്ള ഒരു അവസ്ഥയിലല്ല നമ്മൾ കാണുന്നത്. ബട്ട് ഗിവൺ ടു അസ്. പക്ഷെ അത് അങ്ങനെ അധികാരമുള്ളതായി കീഴ്പ്പെടുന്നതായി കാണപ്പെടുന്നില്ല. എബ്രായ ലേഖനം വായിക്കുമ്പോൾ നമ്മളത് കാണുന്നത് കാണപ്പെടുന്നില്ല. ഇറ്റ്സ് നോട്ട് സീൻ ആസ് സബ്ജക്ട് ടു. ഓക്കെ, അപ്പൊ അങ്ങനെ കാണപ്പെടാത്തത് കൊണ്ട് ഇവിടെ കർത്താവ് അത് കാണിച്ചു തരികയാണ് ഹു ഈസ് ദ സൺ ഓഫ് മാൻ, അവന്റെ അധികാരം എന്താണ് എന്നുള്ളത്. അതാണ് നമ്മൾ ഈ വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ വാക്യങ്ങൾ വായിച്ചിരുന്നു. ബട്ട് ഓൾസോ സ്പീക്കിംഗ് അബൌട്ട് ദ ഗ്ലോറി ദാറ്റ് വി ആർ അബൌട്ട് ടു റിസീവ്. നമ്മൾ നിത്യതയിൽ പ്രാപിക്കാൻ പോകുന്ന ആ കൃപയെ കുറിച്ചു കൂടിയാണ് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി അടുത്ത വാക്യം, ഈ നമ്മൾ ഇന്ന് വായിച്ചു തുടങ്ങുന്ന 22-ാം വാക്യം മുതൽ. സോറി, അല്ല, നമ്മൾ ആ ഭാഗം കണ്ടിരുന്നല്ലേ. ഓക്കെ, 34-ാം വാക്യം വരെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഫുഡ്, ആ ഡിസ്കോഴ്സ് നമ്മൾ തുടങ്ങിയായിരുന്നു. ഓക്കെ, ഐ ഫോർഗോട്ട്, നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ച കാര്യം ഞാൻ വിട്ടുപോയി. ഇവിടെ പറയുന്നത്
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അപ്പവും മന്നായും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. മന്ന സ്വർഗത്തിൽ നിന്ന് വന്നതാണ്, ഡിവൈൻ ആണ്, ദൈവം കൊടുത്തതാണ്, മോശെ കൊടുത്തതാണ്. അതിപ്പം നിങ്ങൾ തിന്ന അപ്പത്തെക്കാളും ശ്രേഷ്ഠം തന്നെയാണ്, അതല്ലെന്ന് പറയുന്നില്ല. കാരണം ഈ അപ്പം മനുഷ്യനിർമ്മിതമായ അപ്പത്തിന്റെ മോഡലാണ്, എന്നാൽ അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അപ്പൊ സ്വർഗത്തിലെ മന്നായത് അത്രയൊന്നും ഈ അപ്പം കർത്താവ് വാഴ്ച കൊടുത്ത് അറിയില്ല കേട്ടോ, അതിന്റെ ടേസ്റ്റ്. അതിനെക്കുറിച്ചും കർത്താവ് പരാമർശിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇതൊക്കെ തിന്നുന്നവരും പിന്നെ മരിക്കും. മന്ന തിന്നവരും പിന്നെ മരിക്കുമെന്ന് മാത്രമല്ല, മന്ന തിന്ന് അത് വാങ്ങിയിരിക്കുമ്പോൾ തന്നെ ഇവര് കർത്താവിനെതിരെ മത്സരിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ഉള്ളിൽ ജീവൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതെല്ലാം സ്വർഗത്തിൽ നിന്ന് ഒരു കർത്താവ് കൊടുത്തെങ്കിലും ഇതൊന്നും അവരിൽ ജീവദായകമായി മാറിയില്ല. അപ്പൊ കർത്താവ് പറയാണ്, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വിശപ്പ് മാറണമെങ്കിൽ, യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ അതിന് ഈ പുറമേ ഉള്ള ആ ഒരു ഭക്ഷണമല്ല, ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഭക്ഷണം ലഭിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ജീവൻ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇവര് ആ ശമരിയാക്കാരി സ്ത്രീ പറഞ്ഞ പോലെ പറയാണ്, ഞങ്ങൾക്ക് ആഹാരം എന്നും തരണം. ഒരു പക്ഷെ അവര് മനസ്സിലാക്കിയതും ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പരിപോഷിച്ച് പിന്നെയും വിശക്കും, പിന്നെയും മരിക്കും. എന്നാൽ വേറൊരു ഫുഡ് ഇദ്ദേഹം ഉണ്ടാക്കി തരും, അത് കഴിച്ചാൽ മരിക്കുകയില്ല, എന്നും ജീവിക്കുകയും ചെയ്യും, വിശക്കുകയില്ല. അങ്ങനെ ഒരു ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അധ്വാനിക്കോ കഷ്ടപ്പെടുകയൊന്നും വേണ്ടല്ലോ. വെള്ളം കുടിക്കാനും തരും, പിന്നെ ദാഹിക്കുകയില്ല. അപ്പൊ ഒത്തിരി ആളുകളും സുവിശേഷത്തെ കാണുന്നത് അതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള റിയലൈസേഷനിലേക്കാണ്. അതായത് വിശപ്പ് മാറുന്ന, ദാഹം മാറുന്ന, ലോകത്തിന്റെ വിശപ്പ് അടക്കി തരുന്ന, നമ്മുടെ ആർത്തികൾ തീർക്കുന്ന അങ്ങനെ ഒരു കാഴ്ചയിലേക്കാണ് പല ആളുകളും നോക്കുന്നത്. ഓക്കെ, ഞാൻ ജീവന്റെ അപ്പമാവുന്നു, എന്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കുകയില്ല. ഓക്കെ, അടുത്ത വാക്യത്തിൽ പറയുന്നത്, മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ആ വാക്യം കണ്ടത് ഇങ്ങനെയാണ്, ഓൾ ദാറ്റ് ദ ഫാദർ ഗീവ്സ് മീ വിൽ കം ടു മീ. എന്നെ പിതാവ് അയച്ചിട്ടുള്ള എല്ലാവരും എന്റെ അടുത്ത് വരും. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വാക്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ വിൽ ഓഫ് ഹിം ഹു സെൻഡ് മീ, ദാറ്റ് ഐ ഷുഡ് ലൂസ് നത്തിങ് ഓഫ് ഓൾ ദാറ്റ് ഹി ഹാസ് ഗിവൺ മീ. അവൻ എനിക്ക് തന്നിട്ടുള്ള ഒന്നും നഷ്ടപ്പെട്ടു പോകരുത്. അപ്പൊ ഒരു ഇടയന്റെ മനസ്സ് എന്താണ്? ഒന്നും നഷ്ടപ്പെട്ടു പോകരുത്, ഒരാളും നശിച്ചു പോകരുത്. അതാണ് ഇടയന്റെ മനസ്സ്. ഒരാൾ പോലും നശിച്ചു പോകരുത്. ഓക്കെ, അപ്പൊ അവസാനത്തെ ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഈ ശിഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും, യഹൂദന്മാർ പറയാണ്, ഇവൻ ഈ യോസെഫിന്റെ മകനല്ലേ, നമ്മളോട് ഉണ്ടായിരുന്ന ആളല്ലേ, അവന് എങ്ങനെയാണ് അവന്റെ ശരീരം എനിക്ക് തിന്നാൻ തരാൻ പറ്റുന്നത്? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ഇവൻ എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഭാഗങ്ങളാണ്. അപ്പൊ കർത്താവോട് പറയാണ്, നിങ്ങൾ തമ്മിൽ പിറുപിറുക്കരുത്. എന്റെ അടുത്തേക്ക് ഒരാൾ വരണമെങ്കിൽ അവൻ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ വരികയില്ല. No one can come to my father unless the father attracts him. അവനെയാണ് ഞാൻ ഉയർപ്പിക്കുന്നത്. അപ്പൊ ദൈവം തരുന്ന ആളുകളെയാണ്. ഓക്കെ, പിതാവ് ആരെയാണോ പുത്രന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് അവർ എന്നേക്കും ജീവിക്കും. അവൻ മരിച്ചാലും ജീവിക്കും. നാൽപ്പത്തിയേഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്തു പറയാം. 47-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയാണ്, 46-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടവൻ പിതാവിനെ ആര് മാത്രമേ കണ്ടിട്ടുള്ളൂ? പുത്രൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. പിതാക്കന്മാർ തിന്ന് മരിച്ചു പോയതുപോലെയല്ല. അവൻ ഒരിക്കലും മരിക്കാത്ത ഒരു ജീവന്റെ പ്രോമിസാണ് കർത്താവ് വാക്യങ്ങളിലൂടെ തരുന്നത്. 51-ാം വാക്യം പറയാണ്, ഐ ആം ദ ലിവിംഗ് ബ്രെഡ് ദാറ്റ് കെയിം ഡൗൺ ഫ്രം ഹെവൻ. If anyone eats of this bread, he will live forever, and the bread that I will give for the life of the world is my flesh. എന്റെ ശരീരമാണ് ഞാൻ ഇവർക്ക് ജീവൻ പ്രാപിക്കാൻ വേണ്ടി നൽകുന്ന ഭക്ഷണം. ഓക്കെ, ഈ വാക്യം നമുക്ക് മലയാളത്തിൽ ഒന്ന് വായിക്കാം. There is a slight difference. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 51-ാം വാക്യം ഞാൻ വായിക്കാം.
ഓക്കെ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി, അത് തന്നെ കറക്റ്റാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനല്ല എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. അപ്പോൾ കർത്താവ് പ്രോമിസ് ചെയ്യുന്നത് അതുവരെ ആരും കേൾക്കാത്ത ഒരു കാര്യമാണ്. ഞാൻ തരാൻ പോകുന്നത് എന്റെ മാംസമാണ്, മൈ ഫ്ലഷ്. അതിനകത്തൊരു വലിയ പെയിൻ ഉണ്ട്. എന്തുകൊണ്ടാണ് കർത്താവ് എന്റെ മാംസം എന്ന് എടുത്തു പറഞ്ഞത്? നമുക്കറിയാം കർത്താവിന്റെ മാംസം നമ്മൾ ഒരിക്കലും തിന്നുന്നില്ല. അവന്റെ ശരീരം മുറുക്കി നമ്മൾ ഒരിക്കലും ഭക്ഷിക്കുന്നില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തരുന്ന എന്റെ മാംസം തന്നെയാണ് എന്ന് പറയുമ്പോൾ, ഒരാൾ ഒരു മാംസം, സ്വന്തം മാംസം മുറിച്ച് കൊടുക്കണമെങ്കിൽ അതിൽ എന്തുമാത്രം വേദന അടങ്ങിയിട്ടുണ്ട്, എന്തുമാത്രം കഷ്ടത, സ്നേഹം അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ കർത്താവ് എന്റെ ശരീരമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന, ജീവന് വേണ്ടി തരുന്നെന്ന് പറയുമ്പോൾ അതിനർത്ഥം അവന്റെ എല്ലാം അവൻ ആ ജീവന് വേണ്ടി തരുന്നു എന്നുള്ളതാണ്. ഇതാണ് മണവാട്ടിയോടുള്ള മണവാളന്റെ സ്നേഹം, നമ്മോടുള്ള സ്നേഹം. നമുക്ക് വേണ്ടി മരിച്ച കർത്താവിന്റെ സ്നേഹമാണ്. നിങ്ങൾക്ക് ജീവൻ വരണമെങ്കിൽ എന്റെ ഫ്ലഷ് തരണം. അപ്പൊ കർത്താവ് പറയുന്നത്, ഈ ഫ്ലഷ് ആണ്, ഈ ശരീരമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഈ ശരീരത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുന്നത്. എന്റെ ശരീരം ആകുന്നു, എന്റെ മാംസമാകുന്നു ഫ്ലഷ്. അപ്പൊ യഹൂദന്മാർ ചോദിക്കാണ്, ഈ മാംസം തരുവാൻ ഇവൻ എങ്ങനെ കഴിയും? എന്ത് ചെയ്യും? എങ്ങനെ തരും? ഇമ്പോസിബിൾ തിങ്. അവന്റെ മാംസം നമുക്ക് എല്ലാവർക്കും തിന്നാൻ എങ്ങനെ തരും? അപ്പൊ കർത്താവ് പറയാ, തരേണ്ടി വരുന്ന എന്തുകൊണ്ടാണെന്നറിയോ? ഇത് തിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഇല്ല എന്നുള്ളതുകൊണ്ട്. വേറെ നിവൃത്തി. ഇത് തിന്നാതെ, എന്റെ മാംസം തിന്നാതെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല. അപ്പൊ ഈ മാംസം എന്താണെന്നുള്ളതിനെ കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്. വചനം ജഡമായി തീർന്നത് കൊണ്ട് വചനമാണ് മാംസം, വചനം മാംസമായി തീർന്നത്. വേർഡ് ബിക്കെയിം ഫ്ലഷ്. ദൈവം കൊടുക്കുന്നവന്റെ വചനമാണ് എന്ന് അതിനകത്തൊരു ബൈ ഇൻഡക്ഷൻ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. വചനം ജഡമായി തീർന്നുകൊണ്ട് ആ മാംസം നൽകുന്നു എന്ന് പറയുമ്പോൾ ഫ്ലഷ്, മാംസം, അത് വചനം തന്നെയാണ് നമുക്ക് നൽകുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇവിടെ മാംസം നൽകുന്നു എന്ന് പറയുന്നിടത്ത് ശിഷ്യന്മാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് ആ പ്രയോഗമാണ്. മാംസം എന്നുള്ളൊരു പ്രയോഗം പർട്ടിക്കുലർ സ്പീക്കിംഗ് അബൌട്ട് ഹിസ് ബോഡി. പക്ഷെ നമുക്കറിയാം ഈ ബോഡി നമ്മൾ ഒരിക്കലും തിന്നുന്നില്ല. അപ്പൊ യഹൂദന്മാർക്ക് ന്യായമായും ആശങ്കയുണ്ട്, ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇവന്റെ ശരീരത്തെ നമുക്ക് തരാൻ പറ്റുന്നത്? 53-ാം വാക്യം കർത്താവോട് പറഞ്ഞു, നിങ്ങൾ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല. നിങ്ങൾക്ക് വേറെ ഒരു വഴിയുമില്ല. ജീവൻ പ്രാപിക്കാത്ത ഒരാൾക്ക്, യേശുവിന്റെ ശരീര രക്തങ്ങളിൽ പങ്കാളിയാകാത്ത ഒരാൾക്ക് സ്വർഗത്തിൽ പോകാനോ ദൈവത്തിന്റെ മകനാകാനോ മകളാകാനോ പറ്റത്തില്ല. It's not possible. അപ്പൊ നമ്മൾ ചോദിക്കുന്ന, ഈ മനസാക്ഷി അനുസരിച്ച് ഒത്തിരി പേരെ കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകില്ലേ? ഇല്ല. യേശു ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളിൽ പങ്കാളിയാകാത്ത ഒരൊറ്റയാള് പോലും സ്വർഗത്തിൽ പോകും. ജീവനില്ല. എന്റെ മാംസം നിങ്ങൾ ഭക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല? ജീവനില്ല. അപ്പൊ കർത്താവ് പറയുന്ന ഒരു ഹാർഡായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ കഠിനമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ യോഹന്നാന്റെ 1, 3, 6 വായിച്ചപ്പോൾ 1, 3, 6 അതിനകത്തെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ എല്ലാം ഫോക്കസ് ചെയ്യുന്ന ഒരു ജീവനുണ്ട്, ക്രിസ്തുവിന്റെ ജീവൻ. ആ ജീവൻ പ്രാപിക്കാനുള്ള ഏക വഴിയാണ് പറയുന്നത്, എന്റെ മാംസം ഭക്ഷിക്കാതെ പറ്റും. അപ്പൊ ഇത് വളരെ ഇടർച്ച ഉണ്ടാക്കിയ ടീച്ചിങ്. മാംസം എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിറുപിറുത്ത് ചോദിച്ചു, ഇത് എങ്ങനെയാണ് ഇവന്റെ മാംസം തിന്നാൻ തരാൻ പറ്റുന്നത്? കർത്താവ് അടുത്ത വാക്യത്തിൽ പറയാണ്, ട്രൂലി ട്രൂലി ഐ സേ ടു യു, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, unless you eat the flesh of the Son of Man and drink his blood, you have no life in you. ജീവൻ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ ഞാനിത് നേരത്തെ പല വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ജീവനെ കുറിച്ച്, ജീവൻ ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഡെഡ് ആണ്, നമ്മളെല്ലാവരും മരിച്ചവരാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
ക്രിസ്തുവിന്റെ ജീവൻ മാത്രമേ യഥാർത്ഥത്തിൽ ജീവൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ജീവൻ എന്ന് പറയുന്നത് പുത്രന്റെ പ്രത്യേകതയാണ്. അവന് മാത്രമേ സ്വതവേ ജീവനുള്ളൂ. നമുക്കാർക്കും സ്വതവേ ജീവനില്ല. നമുക്ക് പ്രാണനുണ്ട്, എക്സിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ ജീവൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് ഡിഫറെന്റ്. ജീവൻ എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്കാണ്. ഇപ്പൊ ഞാൻ രാവിലെ കിടന്നുറങ്ങുവാണ്, എന്റെ ഭാര്യ വന്നിങ്ങനെ വിളിക്കാൻ, ഞാൻ എഴുന്നേക്കുന്നില്ല. എത്ര വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ലെന്ന് വെച്ചോ, അതിനർത്ഥം എന്താ? എന്റെ ഭാര്യയായിട്ടുള്ള ലിങ്ക് പോയി അല്ലെ? അതാ ഇപ്പൊ മരണം എന്ന് പറയുന്നത് എന്താ? ജീവൻ എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു ലിങ്കാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്. ദൈവം നോക്കുമ്പം വിളിക്കുമ്പം നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ജീവൻ ഇല്ലാത്ത അവസ്ഥയിലാണ്, ഡെഡ് സ്റ്റേറ്റ്. അപ്പൊ നമുക്ക് ജീവൻ ഇല്ല എന്ന് പറയാനുള്ള കാരണം ബിക്കോസ് ദ സ്പിരിറ്റ് ഈസ് നോട്ട് ഫങ്ഷനിങ് പ്രോപ്പർലി. ആത്മാവ് ശരിക്കും ഫങ്ഷൻ ചെയ്യാത്തതുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദമോ ഇഷ്ടമോ ദൈവം ആരാണെന്നോ യാതൊരു പ്രത്യേക വെളിപ്പാടും സ്വീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. എന്നാൽ പൊതു വെളിപ്പാടുകൾ നമ്മുടെ പ്രാണനിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. എന്നാൽ ആത്മാവില്ലാത്ത ഒരാൾക്ക്, ജീവൻ ഇല്ലാത്ത ഒരാൾക്ക് ദൈവത്തിന്റെ പ്രത്യേക വെളിപ്പാടുകൾ ഒന്നും സ്വീകരിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന്, ഒരപ്പന് 2 മക്കളുണ്ടെന്നിരിക്കട്ടെ. ആ അപ്പന് ഒരു 10 ഏക്കർ സ്ഥലം ഉണ്ടെന്നിരിക്കട്ടെ. ഇതിൽ 5 ഏക്കർ വീതം ഓരോ പുത്രനും കൊടുക്കണമെന്നുള്ള ആ നീതി ഉണ്ടല്ലോ, അത് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഒരാൾക്ക് തന്നെ അപ്പൻ മറ്റേയാളുടെ പെർമിഷൻ ഇല്ലാതെ 10 ഏക്കർ കൊടുത്താൽ അത് അനീതിയാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അത് മനസ്സിലാക്കാൻ നമുക്ക് പ്രത്യേക വെളിപ്പാട് ആത്മാവൊന്നും വേണ്ട. എന്നാൽ അത് മനസ്സിലാക്കാൻ നമുക്ക് പ്രത്യേക ആത്മാവൊന്നും വേണ്ട. ഓക്കെ, എന്നാൽ ഒരു പ്രത്യേക വെളിപ്പാട്, ഒരടിക്ക് മറുപടി, അത് മനസ്സിലാക്കാൻ നമുക്ക് പ്രത്യേകിച്ച് വെളിപ്പാടൊന്നും വേണ്ട. നമുക്കൊരു സാമാന്യ നീതിബോധം മതി. പക്ഷെ ജീവനില്ലാത്തവർക്ക് ആർക്കും ഈ പ്രത്യേക വെളിപ്പാടുണ്ടാവില്ല. അതായത് എന്താണ് നീതി? തല്ലുകൊള്ളുന്നതാണ് നീതി, മനസ്സിലാവും. എന്താണ് നീതി? വേറൊരാള് ആ 10 ഏക്കർ കൊണ്ടുപോകുന്നതാണ് നീതി. ഓ, അത് ജീവനുള്ളവർക്ക് മാത്രമേ മനസ്സിലാവൂ. ഇനി അനുസരിക്കാൻ പറ്റിയില്ലെങ്കിലും മനസ്സിലാവും. അങ്ങനെ ഒരു നീതിയുണ്ട്. സഫറിങ്ങിലൂടെ വരുന്നൊരു നീതി, ക്രൂശിലൂടെ വരുന്നൊരു നീതിയുണ്ട്. അപ്പൊ കർത്താവ് പറയാണ്, ജീവൻ പ്രാപിക്കാതെ, ആത്മാവ് ഉള്ളിൽ വരാതെ, അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ആത്മാവ് ഉള്ളിൽ വരാതെ നിങ്ങൾക്ക് ഒരിക്കലും ജീവൻ പ്രാപിക്കാൻ പറ്റില്ല. കാരണം ജീവന് വേറൊരു വെളിപ്പാടാണ്, അത് പിതാവുമായിട്ടുള്ളൊരു ലിങ്കാണ്. ആർ യു ലിങ്ക്ഡ് വിത്ത് ദ ഫാദർ? പിതാവിന്റെ അരുളപ്പാടുകളുടെ ഒരു ലിങ്ക്, ഒരു ഫ്ലോ. ഇപ്പൊ നമ്മുടെ ബന്ധങ്ങളുടെ കാര്യത്തിലായാലും, ജീവിതത്തിൽ ഏത് തീരുമാനം എടുക്കുമ്പോഴായാലും, പിതാവിന്റെ കാര്യത്തിലുള്ള ആ ദൈവമായിട്ടുള്ള ഒരു ലിങ്ക്, ആ ലിങ്കാണ് നമുക്ക് ജീവൻ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ടാ യോഹന്നാൻ 17 വരുമ്പോഴേക്കും അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ചവനായ യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആണ്. വാട്ട്സ് ഇറ്റേണൽ ലൈഫ്? നോയിങ് ദ ലോർഡ്, ഹാവിങ് ദാറ്റ് ലിങ്ക്. യു ഹാവ് എ ചാനൽ ഓപ്പൺ, യു നോ ദ ലോർഡ്. കർത്താവിനെ അറിയാം. ഈ കർത്താവിനെ അറിയുന്നതാണ് നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ്. അപ്പോൾ ഈ നിത്യജീവൻ എങ്ങനെ വരുന്നെന്നുള്ള കാര്യം നമ്മൾ താഴോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ 3-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും കണ്ട കാര്യങ്ങൾ, 1-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും കണ്ട കാര്യങ്ങൾ ഈ 6-ന്റെ 6 തുടർന്നുള്ള വാക്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു.
കർത്താവ് പറയാണ്, നമുക്ക് ജീവൻ പ്രാപിക്കാതെ നമ്മൾ വിശുദ്ധീകരിക്കാനോ തേജസ്കരിക്കാനോ പിതാവിന്റെ അടുത്ത് നിർത്താനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, എന്റെ ശരീരം നിങ്ങൾ തിന്നേ പറ്റൂ. യു ഹാവ് ടു പാർട്ടേക്ക് ഇൻ ദ ഫുഡ് ദാറ്റ് ഐ എം ഗിവിംഗ് യു. ഞാൻ നിങ്ങൾക്ക് തരുന്ന ആഹാരത്തിൽ നിങ്ങൾ പങ്കെടുത്തേ പറ്റൂ. ദർ ഇസ് നോ ചോയ്സ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ ലിവിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റാഡിക്കൽ ലിവിംഗ്. അത് മറ്റൊന്നു പോലെയല്ല. ഞാൻ ഇത്തിരി മുമ്പ് ഒരു സഭയിൽ പ്രസംഗിച്ച് നിർത്തിയുള്ളൂ. ഞാൻ അവരോട് പറഞ്ഞു, ആദ്യമായിട്ട് ആ സഭയിൽ പ്രസംഗിക്കും. ഞാൻ അവരോട് പറഞ്ഞതാണ്, ഞാൻ ഇനി തുടർന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷെ ഭയപ്പെടുമായിരിക്കാം. കാരണം യു ഹാവ് മെനി തിങ്സ് ടു ലൂസ്. നിങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെടും. കാരണം ക്രിസ്തുവിന്റെ ജീവൻ പ്രാപിക്കുന്നതിന്, അതിൽ ജീവിക്കുന്നതിന് എന്ത് നഷ്ടപ്പെട്ടാലും അത് നഷ്ടമാണ്. അവിടെ ഒരു ഭീഷണിയുടെ ഒരു എലമെന്റ് ഉണ്ട്. അതായത് നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു എലമെന്റ് ഉണ്ട്. ക്രിസ്തുവിന്റെ ജീവൻ, ദാറ്റ്സ് എ സ്കേറി തിങ്. ഈ ക്രിസ്തുവിന്റെ ജീവന്റെ പ്രത്യേകത നമ്മൾ യോഹന്നാന്റെ 3 കണ്ടത് എങ്ങനെയാണെന്നറിയോ? ഓർമ്മയുണ്ടോ? കാറ്റ് പോലെയാണെന്ന് പറഞ്ഞു. കാറ്റ് പോലുള്ള ലൈഫ് എന്ന് പറയുന്നത് ഇൻസെക്യൂർ ലൈഫാണ്. നമുക്ക് നാളെ ആഹാരം കഴിക്കാൻ പണം ഉണ്ടാവുമോ അറിയില്ല. നാളെ ഞാൻ എവിടെ ആയിരിക്കും, ജീവനോടെ കാണുമോ അറിയില്ല. അൺസർട്ടൻ. ഈ അൺസർട്ടനിറ്റി ആളുകളെ ഭയപ്പെടുത്തും. അപ്പൊ അതിനെ അൺസർട്ടനിറ്റി, അതായത് അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ പറയുന്നത്? അനിശ്ചിതത്വം. വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്. അനിശ്ചിതത്വം നമുക്കെല്ലാം അറിയാവുന്ന. നോക്കി, തക്ക സമയത്തൊന്നും കിട്ടില്ല. അനിശ്ചിതത്വം, നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ. കാറ്റ് എങ്ങോട്ട് പോകുന്ന അറിയില്ല, എപ്പോ തീരുന്നറിയില്ല. അതിന്റെ എഫക്റ്റ് മാത്രം കാണാം. അപ്പൊ ഇവിടെ യേശുവിന്റെ ജീവൻ അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. അത് മനുഷ്യരുടെ പാറ്റേൺസ് അനുസരിച്ചോ പ്രഡിക്ഷൻസ് അനുസരിച്ചോ പോവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവൻ, കർത്താവ് അങ്ങനെ ഒരു ജീവൻ ഓഫർ ചെയ്യും എല്ലാവർക്കും. ഞാൻ എന്റെ ജീവൻ തരാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അട്രാക്റ്റീവ്. ഇറ്റ്സ് നോട്ട് അട്രാക്റ്റീവ് എന്ന് മാത്രമല്ല, ഇറ്റ്സ് സ്കെയറി. അത് നമ്മളെ പേടിപ്പിക്കുന്ന ഒന്നും കൂടെയാണ്. കാരണം there is so much to lose. ഓക്കെ, അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ജീവനില്ല, ഓപ്ഷൻസ് ഒന്നുമില്ല, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. നമുക്ക് ജീവിക്കാൻ ഒരു ഇടുക്ക് വഴി മാത്രമേ ഉള്ളൂ. നമുക്ക് അനേക ഓപ്ഷൻസ് ഇല്ല. ആ ഒരു ഇടുക്ക് വഴിയേ ഉള്ളൂ. ഓക്കെ, അടുത്ത വാക്യം 54-ാം വാക്യം പറയാണ്, whoever feeds on my flesh and drinks my blood has eternal life. ഈ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യജീവനുണ്ട്. അപ്പൊ ഒരു കർത്താവ് തന്നെ, അവന്റെ തന്നെ ജീവൻ, അവൻ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരണം. ആ ലൈഫ് നമ്മുടെ ഉള്ളിലേക്ക് വരണം. അവന്റെ ശരീരം നമ്മുടെ ഭാഗമാണ്, അവന്റെ രക്തം നമ്മുടെ ഭാഗമാണ്. ബിക്കം പാർട്ട് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവന്റെ ഭാഗമായിട്ട് കർത്താവിന്റെ ശരീരം രക്തം വരണം എന്ന് പറഞ്ഞാൽ ബോഡി ടു ബോഡി ഐഡന്റിഫിക്കേഷൻ കർത്താവുമായിട്ട്. നമുക്കറിയാം, ഈ രക്തബന്ധം എന്ന് പറയുന്ന ഒരു ബന്ധം അറിയാമോ? ശരിക്കും പറഞ്ഞാൽ അപ്പന്റെ അമ്മയുടെ രക്തം പിള്ളേർക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. ബയോളജിക്കലി സ്പീക്കിംഗ് അവർക്ക് കിട്ടുന്നില്ല. കാരണം ഓരോരുത്തർക്കും വേണ്ട രക്തം അവരവരുടെ നട്ടലിനകത്ത് ഉണ്ടാകുന്നു, അല്ലേ? ഒരു കുഞ്ഞിന് വേണ്ട രക്തം എവിടെ ഉണ്ടാകുന്നത്? അവന്റെ നട്ടലിനകത്ത് ഉണ്ടാകുന്നു. അല്ലാതെ അമ്മയുടെ രക്തം അപ്പന്റെ രക്തവും അവന് കിട്ടുന്നില്ല. ചിലപ്പോൾ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കില്ല മകന്റെ ബ്ലഡ് ഗ്രൂപ്പ്. അപ്പൊ അമ്മയുടെ രക്തം ഇടകലർന്നാൽ മകൻ ജീവിക്കാൻ പറ്റില്ല. അതുപോലെ HIV ഉള്ള അമ്മമാർക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് HIV ഉണ്ടാകണമെന്നില്ല. എയ്ഡ്സ് ഉള്ള അമ്മമാർക്ക് 33% സാധ്യതയുള്ളൂ. അത് മാത്രമല്ല, ആ ഡെലിവറിയുടെ സമയത്ത് ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ 33% പോലും ഉണ്ടാവില്ല. മക്കള് ഫ്രീ ആയിട്ടുണ്ടാവും. HIV ഇല്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാവും. വളരെ ചെറിയൊരു ചാൻസേ ഉള്ളൂ HIV ഉള്ള കുട്ടിയാവാൻ. അതിനർത്ഥം എന്താ? ഈ അമ്മയുടെ രക്തം ഒരിക്കലും മകനിലേക്ക് വരുന്നില്ല. എന്നാലും നമ്മൾ അതിനെ വിളിക്കുന്നത് എന്താ? രക്തബന്ധം എന്നാണ്, അല്ലെ? ബ്ലഡ് റിലേഷൻഷിപ്പ്. അപ്പൊ ബ്ലഡ് റിലേഷൻഷിപ്പ്, പക്ഷെ കർത്താവായിട്ടുള്ള, അപ്പൊ ബ്ലഡ് റിലേഷൻഷിപ്പിനേക്കാളും വലുതാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയാറുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്
ആദം ഹവ്വയെ കണ്ടിട്ട് എന്താ പറഞ്ഞെന്നറിയോ? എന്റെ രക്തമാണെന്നല്ല പറഞ്ഞേ, എന്റെ അസ്ഥിക്ക് അസ്ഥിയും മാംസത്തിന് മാംസം എന്ന് പറഞ്ഞു. അപ്പൊ മാംസത്തിന് മാംസം, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. യേശുക്രിസ്തുമായിട്ടുള്ള വൺനെസ്, യൂണിറ്റി, ഒരേ തോട്ട്, ഒരേ ലൈഫ്, ഒരേ പെർസ്പെക്റ്റീവ്, ഒരേ ചിന്ത, വൺ ആയി മാറി കർത്താവ്, ഒരേ മാംസം. അസ്ഥിക്ക് അസ്ഥിയും മാംസത്തിന് മാംസം, സെയിം ലൈഫ്. ഹവ്വായിക്ക് ആദമിന്റെ അതേ ലൈഫ് ഉണ്ടായിരുന്നു. ആദമിന്റെ വാരിയിൽ നിന്നാണ് ഹവ്വ ഉണ്ടാകുന്നത്. പഴയ ഉൽപ്പത്തി പുസ്തകം വായിക്കാൻ നമുക്ക് തോന്നുന്നു ആദം പാവമായിരുന്നു, ഹവ്വയായിരുന്നു പ്രശ്നമാണ്. നോവേ, ഒരിക്കലും രണ്ടും ഒരേ മാംസമാണ്, ഒരേ മാംസം. ഓക്കെ, അപ്പോൾ ക്രിസ്തുവിന്റെ മാംസം എന്ന് പറയുമ്പോൾ അത് കർത്താവ് പറയുന്നത് എന്റെ ജീവൻ തന്നെയാണെന്നാണ്. ദാറ്റ്സ് മൈ ലൈഫ് ഐ എം ഗിവിംഗ് ടു. അതായത് ആദവും ഹവ്വയും എങ്ങനെ ഒരു ശരീരമായിരിക്കുന്നു, അതുപോലെ എന്റെ മാംസം നിങ്ങൾ സ്വീകരിക്കണം. ദാറ്റ് മീൻസ് യു ഹാവ് ടു ബിക്കം വൺ വിത്ത് മീ. സെയിം ലൈഫ്, കർത്താവിന്റെ ലൈഫ്, എന്റെ ലൈഫാണ്, യേശുവിന്റെ. അപ്പൊ നമ്മുടെ ചിന്താഗതികൾ, ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ, നീതിബോധങ്ങൾ, ന്യായങ്ങൾ എല്ലാം മരിക്കും. ഡൈ ഓൺ ദ ക്രോസ്. അവിടെയാണ് കർത്താവ്, അത് അവിടെയാണ് ഇവന്റെ പെയിൻ ഉള്ളത്. ഓക്കെ, അടുത്ത വാക്യം. Whoever feeds on my flesh and drinks my blood abides in me and I in him. കണ്ടോ, ഇതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞിട്ടുണ്ട്. എന്റെ മാംസം കഴിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനിൽ ഞാനും അവൻ എന്നിലും വസിക്കുന്നു. മ്യൂച്വൽ അബൈഡിങ്. ഒരാൾ മറ്റൊരാളിൽ വസിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, വൺ ഇൻ വൺ ബന്ധമാണ്. യോഹന്നാൻ 15 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. എബൈഡ്. ഓക്കെ, 55 വാക്യത്തിൽ ഒരു വാക്യം നമ്മൾ വിട്ടുപോയി. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഫോർ മൈ ഫ്ലഷ് ഈസ് ട്രൂ ഫുഡ് ആൻഡ് മൈ ബ്ലഡ് ഈസ് ട്രൂ ഡ്രിങ്ക്. എന്റെ ശരീരം സാക്ഷാൽ, എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. ദാറ്റ് മീൻസ് അബ്സല്യൂട്ട്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ശരിക്കും ഫുഡ് ഒരാൾ കഴിക്കണമെങ്കിൽ എന്ത് വേണം? കർത്താവിനെ തന്നെ പ്രാപിക്കണം. വേറെ ഈ ലോകത്തുള്ള അപ്പം തിന്നതുകൊണ്ടോ, കുറെ രോഗസൗഖ്യം ഉണ്ടായതുകൊണ്ടോ, കുറെ കാര്യങ്ങൾ കർത്താവ് ചെയ്തു തന്നത് കൊണ്ടോ നമുക്ക് വിശ്വാസികളായിരിക്കാൻ സാധിക്കും. അവിടെ കർത്താവിന്റെ ജീവൻ തന്നെ നമ്മൾ. അതാണ് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ദിസ് ഇസ് എ ഗോസ്പൽ മെസ്സേജ് ആക്ച്വലി. ഇതൊരു സുവിശേഷ പ്രസംഗമാണ്, സുവിശേഷ യോഗമാണ്. കർത്താവ് എല്ലാവരോടും ആഹ്വാനം ചെയ്യാണ്, നിങ്ങൾ എന്റെ ജീവൻ പ്രാപിക്കുക. എന്നോട് അസ്ഥിക്ക് അസ്ഥിയും മാംസത്തിന് മാംസവുമാണ്, രക്തത്തോട് രക്തമാണ്. അതേ ജീവൻ, അതേ ചിന്തകളിലേക്ക് നിങ്ങൾ രക്ഷപ്പെടുക. അല്ലാതെ ദൈവരാജ്യത്തിൽ അവകാശമാക്കാൻ പറ്റില്ല, പിതാവിന്റെ പ്രസാദത്തിലാകാൻ പറ്റില്ല, പുത്രത്വം അനുഭവിക്കാൻ പറ്റില്ല. ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുക. അതാണ് കർത്താവ് പറയുന്നത്. 57 വാക്യം. As the living Father sent me, and I live because of the Father. So whosoever feeds on me, he also will live because of me. എന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു വാക്യം ഇതാണ്. നമ്മൾ ചെറുപ്പത്തിലെ പഠിക്കുന്ന പാഠമാണ്. പണം ഉണ്ടെങ്കിൽ ജീവിക്കാം, ബുദ്ധി ഉണ്ടെങ്കിൽ ജീവിക്കാം, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ജീവിക്കാം, ആളുകളുടെ സ്വാധീനം ഉണ്ടെങ്കിൽ ജീവിക്കാം, ലോകത്തിൽ ചില റിസോഴ്സ് ഉണ്ടെങ്കിൽ ജീവിക്കാം. സാത്താൻ കർത്താവിനോട് പറഞ്ഞതാണ്, നീ എങ്ങനെ വിശന്ന് മരിക്കണ്ട, നിനക്ക് അധികാരം ഉണ്ടല്ലോ, നീ പ്രയോഗിച്ചാൽ മതിയല്ലോ. അപ്പൊ കർത്താവ് പറയുന്നത് എന്റെ പിതാവിന്റെ വചനമാണ് എന്നെ ജീവിപ്പിക്കുന്നത്. അതായത് പിതാവ് പറഞ്ഞിട്ടുണ്ട്, പിതാവ് പറയാതെ എന്റെ ജീവൻ എടുക്കാൻ ഒരു വിശപ്പിനും പറ്റില്ല. എത്ര വിശന്നാലും പിതാവ് പറയാതെ എന്റെ ജീവൻ പോകില്ല. നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചാലും വെടിവെച്ചാലും പിതാവ് പറയാതെ എന്റെ ജീവൻ പോകില്ല. അധികാരം പിതാവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് അവന്റെ വചനമാണ് എന്റെ ആഹാരം. ആ വചനമാണ് എന്നെ ജീവിപ്പിക്കുന്നത്. ഐ ലിവ് ബിക്കോസ് ഓഫ് ദാറ്റ് വേർഡ്. അപ്പൊ പിതാവിന്റെ വാഗ്ദത്തിൽ വിശ്വസിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, വിശന്നാലും കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഐ ഷാൽ ബി ഹംഗ്രി, നോ പ്രോബ്ലം. മരിച്ചാലും കുഴപ്പമില്ല. കാരണം എന്താ? പിതാവ് പറയാതെ മരിക്കില്ല. കാരണം പിതാവിന്റെ വാഗ്ദത്തമുണ്ട്. പിതാവിന്റെ കയ്യിലാണ് എന്റെ ആയിരിക്കുന്നത്. അവന്റെ വചനത്താലാണ് ഞാൻ ജീവിക്കുന്നത്. സിമിലർ വാക്യം ഇവിടെ പറയാണ് ജീവനുള്ള പിതാവ് എന്നെ അയച്ചത് കൊണ്ട് ഞാൻ അവനാൽ ജീവിക്കുന്നത് പോലെ.
നിങ്ങൾ പണത്താലോ വിദ്യാഭ്യാസത്താലോ ബുദ്ധിയാലോ കഴിവിനാലോ അല്ല, നിങ്ങൾ എന്നാൽ ജീവിക്കും. ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങളും ജീവിക്കും. എന്നെ യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ലെനിക്കെല്ലാം യേശു അത്രേ. അതാണ്. അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോ അതിനർത്ഥം കർത്താവിനെ പിരിഞ്ഞൊരു ജീവൻ ഇല്ലാത്ത അവസ്ഥയിൽ അവനാൽ ഞാൻ ജീവിക്കും. നീ എങ്ങനെ ജീവിക്കും? കർത്താവ് ജീവിക്കുന്നതുകൊണ്ട് ഞാനും ജീവിക്കും. അവനെ പിരിഞ്ഞൊരു ജീവിതം എനിക്കില്ല. ഇതാണ് കർത്താവ് ഓഫർ ചെയ്യുന്ന ലൈഫ്. എത്ര ബ്യൂട്ടിഫുൾ അല്ലേ? തോന്നുന്നുണ്ടോ ബ്യൂട്ടിഫുൾ ആണ്? അതോ അയ്യോ എന്നാണോ തോന്നുന്നത്? എന്താ തോന്നുന്നത്? ഒരു വലിയ പങ്കാളികൾക്കും അയ്യോ തോന്നി. ഞങ്ങൾ വിചാരിച്ചോണ്ടിരുന്നേ ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചു, വിടുതലെടുത്തു, ഇങ്ങനെ വിടുതലെടുത്ത് ഒരു ദിവസം കർത്താവ് വരുമ്പോൾ അങ്ങ് പോകുന്ന വിചാരിച്ചു. ഇതിനിടയിൽ ഞങ്ങൾ ചാവണമായിരുന്നു. എന്റെ ദൈവമേ, ക്രിസ്തുവിന്റെ ജീവനിലോട്ട് പോയിട്ട് കാറ്റുപോലെ എന്നെ യേശു ജീവിക്കുന്നു എന്നുള്ള ഒറ്റ റീസണാൽ ജീവിക്കണം. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഉപദേശം ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്റെ കർത്താവ്, ഇങ്ങനെ ചിന്തിക്കുന്നവർ എന്റെ ഉണ്ടാവുമായിരിക്കും, അറിയത്തില്ല. പക്ഷെ ഇന്നെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നത് നമുക്ക് നല്ലതാണ്. കാരണം കർത്താവ് പറയുന്ന ലൈഫ് ചില ആളുകളെ വല്ലാതെ ഭീഷണിപ്പെടുത്തുന്നു, വിഷമിപ്പിക്കുന്നു, ഇട്ടിട്ട് പോകാൻ നിർബന്ധിക്കുന്നു, എനിക്ക് പറ്റില്ലാന്ന് നിലവിളിപ്പിക്കും. പക്ഷെ അവിടെ ഞാൻ പറയാം, കർത്താവെ, ഞാൻ നിന്നോട് അസ്ഥിക്ക് അസ്ഥിയും മാംസത്തിന് മാംസമാണ്. എനിക്ക് നിന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല. നീ എന്ത് പറഞ്ഞാലും എനിക്ക് സമ്മതമാണ്. കാരണം എന്റെ ഉള്ളിൽ നിന്റെ മാംസം നിന്റെ രക്തമാണുള്ളത്, നിന്റെ ജീവനാണ്, നീയാണ് എന്നിൽ വസിക്കുന്നത്. സോ ദാറ്റ്സ് സംതിങ് ഡിഫറെന്റ്. ആ ഒരു ഇന്റിമസിയാണ് ഈ കർത്താവ് നമുക്ക് തരുന്നത്. ഐ ആം വൺ വിത്ത് ഹിം എന്ന് കരുതി ഒരാളായി മാറുമല്ല, രണ്ടാൾക്കാരാണ്, പക്ഷെ ഒരു ആത്മാവാണ്. അവന്റെ ആത്മാവിന്റെ ജീവന്റെ പങ്കുവയ്ക്കും. പലരെ ഇത് ഭയപ്പെടുത്തുമെന്ന് നമുക്ക് ഈ അടുത്ത വാക്യങ്ങൾ വായിക്കാൻ മനസ്സിലാവും. ചുമ്മാ നമ്മൾ ഇതിന്റെ പുറമേ വായിച്ചു പോയതിനകത്ത് ഭയപ്പെടാനൊന്നുമില്ല. പക്ഷെ ഇത് അകത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കി കഴിയുമ്പോൾ അതിനകത്ത് ഭയപ്പെടാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. കർത്താവിനെ വേണ്ടാന്ന് വെക്കാനുള്ള ശക്തമായ കാരണങ്ങളിലൊന്നാണ് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ മെനി അബാൻഡൻ ഹിം ബിക്കോസ് ഓഫ് ദിസ് ടീച്ചിങ്. ഇന്നും ക്രിസ്തു നിഷേധിക്കപ്പെടുന്നത്, വേണ്ട എന്ന് വെക്കപ്പെടുന്നത്, ഇങ്ങനൊന്നും ജീവിക്കാൻ പറ്റില്ല ബ്രദറെ എന്നുള്ള വിചിത്രമായ ഒരു എക്സ്ക്യൂസുമായിട്ടാണ്. പറ്റില്ല എന്ന് കർത്താവിനും അറിയാമല്ലോ. അവിടെ കർത്താവ് വെച്ചിരിക്കുന്ന ഒരു വഴിയുണ്ട്. പറ്റിക്കാൻ എന്നുള്ള വാക്ക് ശരിയല്ല, ഇത് സാധിപ്പിച്ചെടുക്കാൻ. ഓക്കെ, അടുത്ത വാക്യം പറയാണ്, എന്നെ ഭക്ഷിക്കുന്നു. നമ്മൾ പറഞ്ഞു നിർത്തിയ വാക്യം, എന്നെ ഭക്ഷിക്കുന്നവനല്ല, അതായത് എന്റെ ജീവൻ പ്രാപിച്ചവനല്ല. പിന്നെ നമ്മൾ ഈ ജീവൻ ഈസി ആയിട്ട് പറഞ്ഞു പോകുന്നതിനു കഴിഞ്ഞാൽ അർത്ഥം നമുക്ക് മനസ്സിലായതുകൊണ്ട്. എന്നാൽ അന്നത്തെ ശിഷ്യന്മാർക്ക് അത് അത്ര പെട്ടെന്ന് മനസ്സിലായില്ല. കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് പിന്നീട്. ഓക്കെ, അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഈ വാക്യങ്ങളെല്ലാം ഒന്ന് കാണുമായിരുന്നു. 58. This is the bread that came down from heaven, not like the bread the fathers ate and died. Whoever feeds on this bread will live forever. പിതാക്കന്മാർ തിന്ന് മരിച്ച പോലത്തെ അപ്പം അല്ല. കർത്താവ് പല പ്രാവശ്യം പറഞ്ഞല്ലേ, അതുപോലത്തെ അപ്പമല്ല, നിങ്ങൾ വിചാരിക്കരുത്, നശിച്ചു പോകുന്നൊന്നുമല്ല ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നത്. നിങ്ങൾ എന്റെ വാഗ്ദത്തം എന്ന് പറഞ്ഞൊരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടോ, ഉറപ്പാണ് അത് നശിച്ചു പോകുന്നൊന്നുമല്ല. അതാ കർത്താവ് പറയുന്നത്. അടുത്തത്, ഈ അപ്പം തിന്നുന്നവൻ എന്നാളും ജീവിക്കും, എറ്റേണൽ ലൈഫ്. ഈ വാക്കുകൾ കർത്താവ് സിനഗോഗിൽ, കപർന്നഹൂമിലെ ഒരു സിനഗോഗിൽ വെച്ചാണ് പറയുന്നത്. അപ്പൊ ഇതിനിടയ്ക്കൊരു കാര്യം സംഭവിച്ചായിരുന്നു. എന്താല്ലേ, ഈ പുരുഷാരത്തെ വിറ്റിട്ട് കർത്താവ് ഒരു സിനഗോഗിലേക്ക് പോയിരുന്നു. അപ്പൊ ശിഷ്യന്മാർ പലരും ഈ സിനഗോഗിൽ ഇരുന്നുകൊണ്ട് കേട്ടു. കർത്താവ് അപ്പോഴും യഹൂദൻ ആണല്ലോ. ഇത് ഭയങ്കരമായി പോയി കേട്ടോ, ഇങ്ങനത്തെ ഒരു പ്രസംഗം ഞങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, വളരെ കഠിനമായി പോയി എന്നവർ പറഞ്ഞു. പക്ഷെ അവർക്ക് മനസ്സിലായില്ല ഇത് ജീവനെ കുറിച്ചാണ്, മനസ്സിലായില്ല. അവർ വിചാരിച്ചത് മാംസം തിന്നുന്ന കാര്യമാണ്. അപ്പോ യഹൂദന്മാർക്ക് മാംസം തിന്നുക എന്ന് പറയുന്നത് വേദനാജനകമായ ഒരു കാര്യം, നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു മനുഷ്യന്റെ മാംസം തിന്നുക എന്ന് പറയുന്നത് നോട്ട്
that's not something that they can conduct. അപ്പൊ കർത്താവ് പറയാണ് 61 വാക്യം, ശിഷ്യന്മാർ ഇങ്ങനെ ഇത് കഠിനവാക്കെന്ന് പറഞ്ഞ് പിറുപിറുക്കുന്ന കണ്ടു. ഞാൻ ഇത് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഉള്ളില് കർത്താവിന്റെ കഠിന വാക്ക് എന്നുള്ളത് എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. എന്റെ മുമ്പിലുള്ള കഠിന വാക്ക്, കർത്താവ് പറഞ്ഞിട്ടുള്ള കഠിന വാക്ക്. അയ്യോ കർത്താവ്, അസാധ്യം, ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിക്കുന്ന രീതിയിൽ എന്നെ തകർത്തിട്ടുള്ള കഠിന വാക്കുകൾ ഒത്തിരി ഉണ്ട്, കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം രക്ഷപ്പെടാൻ കർത്താവ് എനിക്ക് പകരക്കാരനായി വന്നിട്ടുണ്ട്. When you trust him, he is there as my substitute. എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ കർത്താവ് നിർവഹിച്ചത് ഞാൻ ഓർക്കുന്നത് മാത്രമേ. 61 വാക്യത്തില് കർത്താവ് പറയാണ്, കർത്താവ് ചിന്തിക്കുകയാണ്, അല്ല മനസ്സിലാക്കിയ ഒരു കാര്യം പറയാണ്. ശിഷ്യന്മാർ തമ്മിൽ പിറുപിറുക്കുന്നത് കർത്താവ് അറിഞ്ഞു. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും, നമുക്കറിയാം ഒരു പ്രസംഗം പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിൽ അത് ഭയങ്കര പാടാണ്. തെറ്റിദ്ധരിച്ചാൽ അതിനേക്കാൾ വലിയ പാടാണ്. ചില ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി സൂമിലും ഫേസ്ബുക്കിലുള്ള പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം എടുത്തു വെച്ചിട്ട് കട്ട് ചെയ്ത് ഷേപ്പ് എഴുതി വെച്ചിട്ട് അവരെ തെറ്റിദ്ധാരണ വരുത്തും. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞതിന്റെ ഒരു ഭാഗം മാത്രം മനസ്സിലാക്കിയിട്ട് അവര് പിറുപിറുക്കാൻ തുടങ്ങി. കർത്താവോട് പറഞ്ഞു, ഞാനിത് പറയുന്നത് നിങ്ങൾ ഇടറിപ്പോകരുത്. നിങ്ങൾ ഇനി വലിയ വലിയ കാഴ്ചകൾ കാണാനുള്ളവരാണ്. കർത്താവ് പുനരുത്ഥാനം ചെയ്ത് ഞാൻ ഇരുന്ന സ്ഥലത്തേക്ക് കയറി പോകുന്ന കാഴ്ച വരെ നീ കാണും. അതൊരു കണ്ടല്ലേ, ഒത്തിരി പേര് കണ്ടു. ഞാൻ എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ സംശയിക്കുകയാണല്ലോ. അതുകൊണ്ട് നിങ്ങൾക്കിനി തെളിവായിട്ട് കാണാൻ പോകുന്നത് ഞാൻ ഉയരത്തിലേക്ക് കയറി പോകുന്നു നിങ്ങൾ കാണും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ നിന്ന് വന്നവനാണ് ഞാൻ. അടുത്ത വാക്യം 63 വാക്യം. ഇവിടെയാണ് കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് മാംസം, എന്താണ് രക്തം. കർത്താവ് പറയാണ്, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഒരാള് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ആത്മാവാണോ ജീവൻ എന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആത്മാവ് ഉള്ളവർക്കേ ജീവനുള്ളൂ. കാരണം ആത്മാവാണ് ഈ ജീവനെ നൽകുന്നത്. അപ്പൊ കർത്താവിന്റെ ജീവൻ നമുക്ക് സ്വാഭാവികമായി വരില്ല. കാരണം നമ്മൾ വീണുപോയ ഒരു ശരീരം നമുക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ വികാരങ്ങളിലോ മനസ്സിന്റെ ചിന്തകളിലോ കർത്താവിന്റെ ജീവൻ വരില്ല. അതുകൊണ്ട് നമുക്ക് ജീവൻ ആത്മാവിലൂടെ കർത്താവ് നമ്മളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ലൈഫ്. ജീവജല നദികൾ നമ്മളിൽ ഒഴുകുന്നു. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ലൈഫ്. ആ ഒരു ഒഴുക്ക്, ജീവജല നദികളുടെ ഒഴുക്ക്. അപ്പൊ നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നത് ഒരിക്കൽ പ്രാപിക്കുന്നത് മാത്രമല്ല, ദാറ്റ് ഹാപ്പൻസ് കണ്ടിന്യൂസ്ലി, ദ റിവേഴ്സ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ഓരോ സാഹചര്യങ്ങളിൽ ആത്മാവിന്റെ പകർച്ച എന്ന് പറയുന്നത് ജീവന്റെ പകർച്ച. We live his life every moment. നമ്മളൊരു മതത്തിനകത്ത് പെട്ടാൽ പോരാ, നമ്മൾ കുറച്ച് നല്ല മനുഷ്യരായ പോരാ, നമ്മൾ കുറച്ച് നീതിമാന്മാരായ പോരാ. യേശുവിന്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കണം, ജീവിക്കണം. അടുത്ത വാക്യം കർത്താവ് പറയാണ്, ആത്മാവ് ജീവിപ്പിക്കുന്നു, മാംസം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അപ്പൊ കർത്താവ് ശരിക്കും മാംസം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എന്തോ ആത്മാവ് വരുന്ന കാര്യം. അപ്പൊ നമുക്ക് എന്താ ദൈവം തരാൻ പോകുന്നത്? അവന്റെ കുറച്ച് മാംസമല്ല, അവന്റെ ആത്മാവ്. നമ്മൾ എന്താ ഭക്ഷിക്കാൻ പോകുന്നത്? ആത്മാവ്. നമുക്ക് എന്താ കർത്താവ് തരുന്നത്? ആത്മാവ്. ഇപ്പൊ മാംസം എന്ന് പറയുന്ന ഒരു മാംസമല്ല നമ്മൾ കഴിക്കുന്നത്. നമ്മൾ കഴിക്കുന്നത് കർത്താവിന്റെ ആത്മാവിനെയാണ് നമ്മൾ ആഹരിക്കുന്നത്, ഉൾക്കൊള്ളുന്നത്. അപ്പൊ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ അവനെ എങ്ങനെ കൈക്കൊള്ളുന്നത്? ആത്മാവിനെ കൈക്കൊണ്ടോണ്ടാ. നമുക്ക് കർത്താവ് തരുന്ന എന്തോ ആത്മാവ്. ആത്മാവ് ആരുടെ ജീവനെ തരുന്നു? പുത്രന്റെ ജീവനെ തരുന്നു. അപ്പൊ ആത്മാവിനെ നമ്മൾ കർത്താവിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത് അവന്റെ ജീവനെയാണ്, പുത്രത്വത്തെയാണ്. പുത്രനെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്.
ഈ പുത്രനെ സ്വീകരിക്കുക, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക്. അപ്പൊ പുത്രനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോസ്റ്റ്ലി തിങ്. അതുകൊണ്ട് നിക്കോദമോസിന് പറഞ്ഞ പഴയത് മരിച്ചു പോകണം, ജഡം കൊണ്ട് നിനക്ക് പറ്റിയില്ല. കർത്താവ് നമ്മുടെ ഭാഷയെ പറയുന്നത് ഏകദേശം ഇങ്ങനെ ആയിരുന്നേനെ: ഈ ജന്മം ഒന്നും പോരാ, നിനക്ക് ദൈവരാജ്യത്തിൽ പോകാൻ ഈ ജന്മത്തിൽ പോവാൻ പറ്റിയില്ല. ഈ ജന്മം പോരാ, വേറൊരു ജന്മം ഉണ്ടാകും, ന്യൂ ലൈഫ്. അപ്പൊ ഈ ഒരു ജന്മം പോരാ. ഓക്കെ, ഇങ്ങനെ പോരാ, ഇതും കൊണ്ട് നിനക്ക് ദൈവരാജ്യത്തിൽ പോകാൻ പറ്റില്ല. അപ്പൊ നീ എന്ത് ചെയ്യണം? നിനക്ക് ദൈവത്തിന്റെ ജീവൻ ലഭിക്കണം. അതാണ് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട പരാമർശം. 64-ാം വാക്യം പറയാണ്, കർത്താവ് പറയും, the words that I have spoken to you, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ജീവനും ആത്മാവുമാണ്. മാംസം കൊണ്ടൊരു പ്രയോജനമില്ല. നിങ്ങൾ ചെയ്യുന്ന ഒരു ഫിസിക്കൽ പ്രവൃത്തി കൊണ്ട് യാതൊരു പ്രയോജനമില്ല. നിങ്ങൾക്ക് ശരിക്കും ജീവൻ ഉണ്ടാകണമെങ്കിൽ ആത്മാവ് വരണം. ആത്മാവാണ് നിങ്ങൾക്ക് ജീവനെ തരുന്നത്. ഞാൻ നിങ്ങൾക്ക് തരുന്ന എന്റെ കുറച്ച് മാംസമല്ല, ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്റെ സ്വന്തം ജീവനാണ്, എന്റെ ആത്മാവിനെയാണ്. ഞാൻ എന്റെ ആത്മാവിന്റെ പിതാവിന്റെ അടുക്കിലേക്ക് വെക്കുന്നത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ്. അവന്റെ ആത്മാവിനെ അവൻ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു, അല്ലെ? പ്രാണനെ വിട്ടു, പിതാവിന്റെ കയ്യിലേക്ക് ഭരമേൽപ്പിച്ചു. അവന്റെ പ്രാണനെ, ആത്മാവിനെ അവൻ പിതാവിന്റെ അടുക്കിൽ ഏൽപ്പിച്ചു. ആ ആത്മാവിനെ പിതാവ് എന്ത് ചെയ്യുന്നു? നമുക്ക് തരും. ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം. അപ്പോൾ അവൻ പ്രാണവേദനയോടെയാണ് ഈ ജീവൻ നമുക്ക് തരുന്നത്. മാംസം ഒന്നിനും പ്രയോജനപ്പെടുന്നില്ല, പക്ഷെ ആത്മാവ് ജീവിക്കും. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാണെന്ന്. അടുത്ത വാക്യം ഇങ്ങനെയാ പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട 2 വാക്യങ്ങളുണ്ട്. ഈ 2 വാക്യങ്ങളോട് പറഞ്ഞ ശേഷം ഞാൻ നമ്മുടെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. 3-4 വാക്യങ്ങൾ പെട്ടെന്ന് തരും. ഒരു 5 മിനിറ്റിനുള്ളിൽ വി വിൽ ക്ലോസ് ദിസ്. ഓക്കെ, കർത്താവ് പറയാണ് 64-ാം വാക്യത്തിൽ, എന്നാൽ വിശ്വസിക്കാത്തവർ ചിലർ നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് അത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് യൂദാ ഇസ്കരിയോത്ത് ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. കാരണം എത്ര കേട്ടാലും വിശ്വസിക്കാത്ത കുറെ ആൾക്കാരുണ്ട്. കേൾക്കുന്നുണ്ട്, അടയാളങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല. യൂദാ ഇസ്കരിയോത്തെ കുറിച്ച് അവിടെ പറഞ്ഞുകൊണ്ട് എടുത്തു പറയുന്നുണ്ട്, ആദ്യം മുതലേ കർത്താവിന് അറിയാമായിരുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ആരൊക്കെയാണെന്ന്, ആരവൻ ഒറ്റിക്കൊടുക്കും. അപ്പൊ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളിൽ ആരൊക്കെ അന്ത്യം വരെ ഉണ്ടാവുന്നു, സ്വർഗത്തിൽ ഉണ്ടാവുന്നു, കർത്താവിന് അറിയാൻ മേലേ? നേരത്തെ തന്നെ അറിയാമല്ലോ. ഹി നോസ് ഓൾറെഡി, അല്ലെ? അവൻ നേരത്തെ തന്നെ അറിയാം. ഓക്കെ, ആരൊക്കെ ഒറ്റിക്കൊടുക്കുന്നു, ആരൊക്കെ ഇട്ടിട്ട് പോകുന്നു, കർത്താവിന് നേരത്തെ തന്നെ അറിയാം. അപ്പൊ കർത്താവിന് അറിയാൻ വേണ്ടി മറിഞ്ഞിരിക്കുന്നവരുടെ ഒന്നുമില്ല. ഹി നോസ് എവറിത്തിങ്, അല്ലെ? എല്ലാരും അറിയാം. അപ്പൊ അത് എപ്പോ തൊട്ട് അറിയാം? നിത്യത മുഴുവൻ അറിയാം. എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ മുന്നറിവിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ പോലും പലയിടത്തും അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ടാവും. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയണ്ട. കർത്താവിന് അറ്റ്ലീസ്റ്റ് മുന്നമേ അറിയാമല്ലോ അവന്റെ ജനത്തെ. ക്രൂശിൽ മരിക്കുമ്പോഴും അവനവന്റെ സഭയെ അറിയാമല്ലോ, അവന്റെ ജനത്തെ അവന് മുന്നമേ അറിയാമല്ലോ എന്ന് പറയുമ്പോൾ പോലും ജനങ്ങൾക്ക് ഇടർച്ച ഉണ്ടാവുന്നു. അവർ വിചാരിക്കുന്നത്, ഇപ്പൊ കർത്താവ് എല്ലാവർക്കും വേണ്ടിയല്ലേ മരിച്ചത്? ഇങ്ങനത്തുള്ള ചോദ്യങ്ങളൊക്കെ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് അവന്റെ സഭയ്ക്ക് വേണ്ടി മരിച്ചത്. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? അവന്റെ സഭയെ വിശുദ്ധയും നിഷ്കളങ്കയുമായി പിതാവിനൊക്കെ സമർപ്പിക്കാൻ വേണ്ടിയാണ്, അവന്റെ ജനത്തിന് വേണ്ടി, അവന്റെ സഭയ്ക്ക് വേണ്ടിയാണ്. മണവാളൻ മരിക്കുന്ന മണവാട്ടിക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ലോകത്തിന് വേണ്ടി അല്ലെന്ന് പറയുന്നത്. ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആഴമായിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണല്ലേ, കർത്താവ് അവന്റെ സഭയ്ക്ക് വേണ്ടി പ്രാണനെ കൊടുത്ത പോലെ എന്ന് പറയുന്നത്. അതാണ് സ്നേഹം. അപ്പൊ ആ ഒരു സ്നേഹം സഭയ്ക്ക് ഭർത്താവിനോടില്ല. സഭയ്ക്ക് കർത്താവിനോട് അത്ര സ്നേഹം ഇല്ല കേട്ടോ. ഉണ്ടോ? നമുക്ക് സഭയ്ക്ക് കർത്താവിനോട് അത്ര സ്നേഹമുണ്ടോ? ഇല്ല. എന്ത് സ്നേഹമാണ് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ തൂക്കി നോക്കിയ കർത്താവിന് വിഷമം ഒന്നുമില്ല. കർത്താവിന് അതെല്ലാം അറിയാം. പക്ഷെ മണവാളനും മണവാട്ടിയോടുള്ള സ്നേഹം, നമ്മോടുള്ള സ്നേഹമാണ്. ആ നമ്മോടുള്ള സ്നേഹമാണ് ശരിക്കും മെഷറിംഗ് റോഡ്. അതുകൊണ്ടാണ് വിവാഹ ബന്ധത്തിൽ എപ്പോഴും ഭർത്താവിന്റെ തലയിലാണ് ഈ ഭാരം മൊത്തം. കാരണം യേശു ക്രിസ്തുവാണ് ഭർത്താവിന്റെ തല. അപ്പൊ കർത്താവിൽ നിന്നുള്ള ജീവനാണ് ഒരു കുടുംബ ജീവിതത്തിന്റെ പ്രധാന സോഴ്സ്. ഓക്കെ, അപ്പൊ അവന്റെ ജീവൻ പ്രാപിച്ചു കഴിയുമ്പോഴേക്കും വിശ്വസിക്കാത്ത ആൾക്കാരെല്ലാം ദൈവത്തിന് മുൻകൂട്ടി അറിയാം. ഇത് അറിയാൻ വയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ? ദൈവം ശ്രദ്ധിക്കുന്നില്ല. ആരെങ്കിലും ഒക്കെ രക്ഷിക്കുക, അവസാനം വരെ പിടിച്ചു
ഇപ്പുറത്താണോ അപ്പുറത്താണോ എന്ന് ദൈവത്തിന് പോലും അറിയത്തില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അയ്യോ കഷ്ടം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ആരെങ്കിലും രക്ഷിക്കപ്പെടുമായിരുന്നു പോലും അറിയാൻ മേല. ചുമ്മാ കർത്താവ് മരിച്ച പോലെ ആയിപ്പോയി. കർത്താവിന് അവന്റെ ആടുകളെ അറിയാം. അവന്റെ ആടുകളെ അറിയാത്തവനല്ല ഇടയൻ. He knows his sheep. ആ ആടുകൾക്ക് വേണ്ടിയാണ് ഇടയൻ തന്റെ ജീവനെ നൽകിയത്. ഇത് അർമീനിയനിസവും കാൽവിനിസവും ഒന്നും അല്ല. എന്ത് ഇസമായാലും God knows his people. ഇടയൻ തന്റെ ആടുകളെ അറിയുന്നു. ഓക്കെ, അടുത്തത്. And he said, കർത്താവ് പറഞ്ഞു. അടുത്ത വാക്യം അത് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. കർത്താവ് പറഞ്ഞു, ഇത് നിമിത്തം എന്തറിയാം, പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ. ഇതിനുമ്പ് നമ്മൾ ഇന്ന് ആദ്യം വായിച്ച വാക്യം ഓർമ്മയുണ്ടോ? ആദ്യം വായിച്ച് നമ്മളൊന്ന് ഒന്നുകൂടെ വായിച്ചു പോകുന്ന ഒരു വാക്യമാണ്. ആദ്യം വായിച്ച വാക്യം എന്തായിരുന്നു? എന്റെ പിതാവ് തരുന്നതിനെയൊക്കെ ഞാൻ അന്ത്യകാലം ജീവിപ്പിക്കും. ഓക്കെ, ഇവിടെ അത് തന്നെ പറയുന്നത്. എന്റെ പിതാവ് ആകർഷിച്ചവർ മാത്രമേ വരത്തുള്ളൂ. കാരണം ഇത് കഴിഞ്ഞ് അങ്ങോട്ട് കടക്കാൻ, ജീവനിലേക്ക് കടക്കാൻ പിതാവിന്റെ ഒരു ആകർഷണം ആവശ്യമാണ്. അത് ഞാൻ പറഞ്ഞത്. പലപ്പോഴും നമ്മളിത് കേൾക്കുമ്പോൾ ഭയപ്പെടും, നമ്മളെ കൊണ്ട് പറ്റില്ല എന്നാണ്. അപ്പൊ കർത്താവ് ആരാണെന്നും എത്ര വലിയ തേജസ്സിലേക്കാണ് നമ്മൾ പോകുന്നതെന്നും ഇതെന്ത് വിലയേറിയ കാര്യമാണെന്നും നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുത്തുന്ന പിതാവിന്റെ കൃപ നമുക്ക് വേണം. അത് പത്രോസിന് ലഭിച്ചപ്പോഴാണ് അവൻ ക്രിസ്തുവിനെ കൺഫ്യൂസ് ചെയ്യുന്നത്. ക്രിസ്തു ആരാണെന്നും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന തേജസ് എന്താണെന്നും നമുക്കൊരു വെളിപ്പാട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. 66 വാക്യം പറയാണ്, ഓക്കെ എന്നാ ടാറ്റ ബൈ ബൈ. കുറെ ശിഷ്യന്മാർ ഇത് കേട്ട ഉടനെ തീരുമാനിച്ചു, ഇനി ഇവന്റെ കൂടെ നടക്കുന്നില്ല, പോയേക്കാം. അപ്പൊ ഇത് കേൾക്കുന്ന ഒരു ബാരിയറാണ്. ഇവിടെയാണ് ഇതിന്റെ ബാരിയർ. നമ്മൾ ചുമ്മാ വായിച്ചു നോക്കിയാൽ എന്തിനാ ഇത്ര ശിഷ്യന്മാർ ഇട്ടുപോയെന്ന് മനസ്സിലാകുന്നു. പക്ഷെ ക്രിസ്തുവിന്റെ ലൈഫിന്റെ ചലഞ്ചാണ് അവിടെ വെച്ചത്. അത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു കാര്യം പറഞ്ഞു, ഇത് സാധാരണ ജഡത്തിൽ ഒരാൾക്ക് തീരുമാനം എടുത്തൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഒരു ഡിസിഷൻ എടുത്തിട്ടൊന്നും നിങ്ങൾക്ക് കർത്താവിന്റെ പങ്കാളിയാവുന്നോ ആവാൻ പറ്റില്ല. പിതാവ് പിടിച്ചാക്കിയാലേ ആവുള്ളൂ. ആരെ പിതാവ് പിടിച്ചാക്കുന്നത്? അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനെ രക്ഷിക്കാൻ പിതാവ് ശക്തനാണ്. കുറവൾക്കും പറയാൻ പറ്റില്ല, എന്നെ ആക്കിയില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം യു ഹാവ് യുവർ ടൈം വെൻ യു ആർ ലിസണിങ് ടു ദ വേർഡ്. വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലാണ് തുറന്നു വെച്ചിരിക്കുന്നത്. കോൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വിളി. അപ്പൊ പിതാവ് ആകർഷിക്കുന്നത് ആർക്കാണോ പുത്രന്റെ ജീവൻ വേണ്ടത്, അല്ലെ? ആ വേണമെന്ന് തോന്നണമെങ്കിൽ പിതാവ് ആകർഷിക്കണം. മ്യൂച്വലി ഇറ്റ് ഗോസ് ബോത്ത് വേസ്. അപ്പൊ അതിന് തുടക്കം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പിതാവ് ആകർഷിക്കാത്ത ഒരാൾ പോലും സ്വർഗത്തിൽ ഇല്ല. എവറി ഡിസിഷൻ, എവറി ഗുഡ് തിങ് കംസ് ഫ്രം ദ ലോർഡ്. അപ്പൊ സോഴ്സ് എപ്പോഴും ആരായിരിക്കുള്ളൂ? സോഴ്സ് എപ്പോഴും കർത്താവ് മാത്രമേ ആകാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് 66 വാക്യത്തിന്, ആഫ്റ്റർ ദിസ് സോ many of his disciples stand back and no longer walk with him. അവന്റെ കൂടെ പിന്നെ നടന്നേയില്ല, സഞ്ചരിച്ചതേയില്ല. ശിഷ്യന്മാരുടെ 12 പേരും കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങൾക്കും പോകണമെങ്കിൽ പോകാം. നോക്കി, ഇവിടെയാണ് കർത്താവ് ആകർഷിച്ചവർ മാത്രമേ വരുള്ളൂ നമുക്കറിയാം, ഉറപ്പാണ്, മാറ്റമൊന്നുമില്ല. പക്ഷെ ശിഷ്യന്മാരുടെ കർത്താവ് പറയാണ്, നിങ്ങളുടെ മനസ്സ് എന്ത് പറയുന്നു? കണ്ടോ, ഇവിടെയാണ് വില്ല്. നിങ്ങൾക്ക് വേണേ പോവാം. പക്ഷെ അവര് പോവോ? പോവില്ല. എന്തുകൊണ്ട് പോവില്ല? പിതാവിന്റെ ആകർഷകത്വം അവരുടെ വില്ലിനെ മാറ്റിയിട്ടുണ്ട്. തിന്മ മാത്രം തിരഞ്ഞെടുക്കുന്ന വില്ല് ഇപ്പം ആ ഇഷ്ടം, ആ ഹിതം, ഇപ്പൊ കർത്താവിനോടുള്ള സ്നേഹം അവരുടെ ഉള്ളിൽ പിതാവ് ഒരു ആകർഷണമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ശിഷ്യന്മാരെന്താ പറയുന്നറിയോ? പത്രോസ് പറയാണ്, ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ്? ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഒരു ധനം ഒരിടത്തും വേണ്ട, മീനും വേണ്ട, അപ്പനും വേണ്ട, പടകും വേണ്ട, വലയും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ഈ ജീവൻ മാത്രം മതി. അത് നിന്റെ അടുക്കൽ നല്ലാതെ ഞങ്ങൾ ഒരിടത്തൊന്നും ഈ ജീവന്റെ വചനം കേട്ടിട്ടില്ല. അതുകൊണ്ട് കർത്താവെ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ്? ഇത് പറയാൻ നമുക്ക് പറ്റിയ, എനിക്ക് പറ്റിയ, ഞാൻ തീർച്ചയായിട്ടും അവന്റെ ജീവൻ പ്രാപിച്ചവനാണ്, പ്രാപിക്കുന്നത് ഉറപ്പാണ്. കാരണം ഒരാളെയും കൈവിടാത്ത ദൈവത്തിന്റെ കൃപയാണ്. ഈ അവസാന നിമിഷം വരെ കൈവിടാത്ത ദൈവത്തിന്റെ കൃപ നമുക്കെല്ലാം തുറന്നു കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ വചനം ജീവനായി, അങ്ങയുടെ ആത്മാവ് ഞങ്ങളിൽ ജീവനായി. വചനം കേൾക്കുമ്പോൾ ആത്മാവ് ഞങ്ങളെ ജീവിപ്പിച്ചു. അതാണ് എന്റെ വചനം കേൾക്കുമ്പോൾ, വചനത്തിന്റെ കേൾവിയാൽ ആത്മാവ് നമ്മെ ജീവിപ്പിച്ച് പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന ആ വീണ്ടും ജനന അനുഭവം, ക്രിസ്തുവിന്റെ പുത്രന്റെ ജീവനെ പ്രാപിക്കുന്ന ആ വീണ്ടും ജനന അനുഭവം പ്രാപിച്ച ആളുകൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അടുത്ത തലത്തിലേക്കുള്ള വിശുദ്ധീകരണത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്.
ആ വിശുദ്ധീകരണത്തിലേക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും നടത്തട്ടെ. അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കർത്താവിന്റെ ജീവനെ ഒരു വലിയ പ്രൈസായിട്ട്, ലക്ഷ്യമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിന്റെ ജീവൻ ജീവിക്കാൻ എന്നെ സഹായിക്കും. ഇത് നമ്മളൊരു പ്രസംഗമായിട്ട് ഒരു ബൈബിൾ ക്ലാസ് ആയിട്ട് മാത്രം എടുക്കരുത്. ഇറ്റ്സ് എ ചാലഞ്ച് ദാറ്റ് വി ഫേസ് ഓൾവേസ് ഇൻ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞാൻ അങ്ങനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അവിടുത്തെ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യും. അവിടുത്തെ ജീവനായിട്ട് സ്തോത്രം. അവിടുത്തെ വേദനയോടെ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ് ഞങ്ങളെ വീണ്ടെടുത്തതിനായിട്ട് നന്ദി പറയുന്നു. നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, there will not be any class on Wednesday. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ദൈവം നമ്മുടെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. God bless you all. നിങ്ങളോട് ഒരു പ്രത്യേക കാര്യം പോകുന്നതിന് മുമ്പ് പോകാതെ നിൽക്കുന്നവരോടൊരു കാര്യം ഇവിടെ പറയാണ്. ഞങ്ങള് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരുന്നു. ആര്യ, ശോഭന രണ്ടുപേർക്ക് വേണ്ടി. കുറെ നാളിലായിട്ട് സഭ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ആഴ്ച മൈനാഗപ്പള്ളിയിൽ പോയി അവിടെ ഒരു സഭയെ ഞങ്ങൾ കണ്ടെത്തി. ആ സഭയില് ആര്യയുടെ സ്നാനം നടത്തണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ഞങ്ങൾ മനസ്സിലാക്കിയത് അവിടെ ക്വാറന്റൈൻ ഏരിയ ആയതുകൊണ്ട് അവിടെ സ്നാന ശുശ്രൂഷകൾ നടക്കുകയില്ല അടുത്തെങ്ങും എന്ന് മനസ്സിലായി. അപ്പോ ആര്യക്കും ആ ഒരു വിശ്വാസത്തിന്റെ കൺഫർമേഷൻ കർത്താവ് നൽകി. അപ്പോ അതുകൊണ്ട് ആര്യ ചോദിച്ചത്, നമ്മൾ എങ്ങാനും ഇടയ്ക്ക് മരിച്ചുപോയാൽ ഞാൻ സ്നാനപ്പെടാതെ മരിച്ചു കൊണ്ട് വരത്തില്ലേ, ആക്സിഡന്റ് ഉള്ള എന്ത് ചെയ്യും, എനിക്ക് അതിനു മുമ്പ് ഒന്ന് അനുസരിക്കാൻ പറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വേദന തോന്നി. കാരണം അങ്ങനെ പറയുന്ന ഒരാള് പിന്നെ കാത്തിരിക്കേണ്ട ആവശ്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഒരു ക്വിക്ക് ഡിസിഷൻ എടുത്തു. ഞങ്ങള് കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത്, നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും, അവർ പലപ്പോഴും നമ്മുടെ ബൈബിൾ സ്റ്റഡിക്കൊക്കെ ഇന്ന് ചിലപ്പോൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ അവരുടെ ചർച്ചിൽ പോയി. ഞാൻ എൽഡേഴ്സ് ഗ്രൂപ്പിലും നമ്മുടെ ചർച്ചിന്റെ ഗ്രൂപ്പിലും അത് ഇട്ടിരുന്നു. എല്ലാ ഗ്രൂപ്പിലും ഇട്ടില്ല. നമ്മൾ ഇന്ന് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുവാൻ ദൈവം ഇടവരുത്തി. ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. ആ കുടുംബത്തിന്റെ, പ്രത്യേകിച്ച് മോളുടെ നിലനിൽപ്പിന് വേണ്ടി, ആത്മീയവർദ്ധനയ്ക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് ചോദിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. വെനസ്ഡേ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. ജിബി, ആൻഡ്രിയ ആ ചോദ്യം വീണ്ടും ചോദിച്ചിരുന്നു. റിപ്ലൈ ഇസ് ദിസ്: വെനസ്ഡേ ക്ലാസ് ഇല്ല. എനിക്ക് അന്ന് 3 മീറ്റിംഗ് ആണ് ഈവനിങ് തൊട്ട്. കാരണം റെഗുലർ മീറ്റിംഗ്സ് ചിലപ്പോൾ നമുക്ക് മാറ്റി വെക്കേണ്ടി വരാം. കാരണം ഈ ഇടയിൽ വരുന്ന മീറ്റിംഗ്സ് അവർ 2-3 ദിവസമാണ് ആകെ കേൾക്കുന്നത്. സോ ഐ നീഡ് ടു ഫോക്കസ് മോർ ഓൺ ദം. ഇപ്പൊ നമ്മുടെ സഭയുടെ കൂടെ ഒരു ശുശ്രൂഷ ആയതുകൊണ്ട് ഐ അണ്ടർസ്റ്റാൻഡ്, യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അതുകൊണ്ട് വെനസ്ഡേ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നില്ല. ഗോഡ് ബ്ലസ്. ബൈ ബൈ.